ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPI സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. തൃശൂരിൽ VS സുനിൽകുമാറും വയനാട്ടിൽ ആനി രാജയും മത്സരിക്കും. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനും മാവേലിക്കരയിൽ CA അരുൺകുമാറുമാണ് മത്സരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് 5 മണിക്കുണ്ടാകും. CPIM മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇതിനു മുൻപ് ബിനോയ് വിശ്വമൊക്കെ ആനി രാജയുടെ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ കണ്ടതാണ് ജില്ലാ കൗൺസിലിൽ നടന്ന ചർച്ചയിൽ മാവേലിക്കരയുടെ കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ടായിരുന്നു. ആലപ്പുഴ മാത്രമാണ് അരുൺകുമാറിന്റെ പേര് നിർദ്ദേശിച്ച് ഒന്നാമതായി തന്നെ നിർദ്ദേശിച്ചത്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നിപ്പോൾ നടന്ന യോഗത്തിൽ അന്തിമ തീരുമാനമായിട്ടുണ്ട്. നമ്മൾ നേരത്തെ കേട്ട പേരുകാർ അവരെല്ലാവരും സ്ഥാനാർത്ഥികളാകുന്നു എന്ന് ഉറപ്പിക്കാം. നിലവിലിപ്പോൾ ഔദ്യോഗികമായി CPI സ്ഥിരീകരിച്ച അതല്ലെങ്കിൽ നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്ന സ്ഥാനാർത്ഥി പട്ടികയാണിത്. 4 സീറ്റുകളിലാണ് CPI ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതിൽ തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ എന്ന പേരിലേക്ക് ഉറപ്പിച്ചു CPI എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം. നേരത്തെ 2 പേരുകൾ സത്യൻ മൊകേരി അതേപോലെ തന്നെ പ്രകാശ് ബാബു അടക്കമുള്ള പേരുകൾ ജില്ലാ കൗൺസിൽ പട്ടികയായി നൽകിയെങ്കിൽ പോലും ഈ പന്ന്യൻ രവീന്ദ്രനിലേക്ക് സംസ്ഥാന നേതൃത്വം സംസ്ഥാന എക്സിക്യൂട്ടീവ് എത്തുകയായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം മാവേലിക്കലിലാണ്. മാവേലിക്കലിൽ ചില ആശയക്കുഴപ്പങ്ങളും അനിശ്ചിതത്വങ്ങളും ഉണ്ടായിരുന്നു. അതായത് മാവേലിക്കൽ ലോക്സഭാ മണ്ഡലം വരുന്ന സാഹചര്യത്തിൽ അവിടെ 3 ജില്ലാ കൗൺസിലുകളുടെ അഭിപ്രായം തേടി. അത് കൊല്ലം, ആലപ്പുഴ, കോട്ടയം എന്നിവയായിരുന്നു. അതിൽ ആലപ്പുഴ ജില്ലാ കൗൺസിൽ മാത്രമാണ് CA അരുൺകുമാറിന്റെ പേര് നിർദ്ദേശിച്ചത്. ചിറ്റയം ഗോപകുമാറിന്റെ അടക്കം പേര് നിർദ്ദേശിക്കുകയായിരുന്നു കൊല്ലവും അതേപോലെ തന്നെ കോട്ടയവും ജില്ലാ കൗൺസിലുകൾ. പക്ഷേ ഈ എക്സിക്യൂട്ടീവിൽ വലിയ തർക്കവിതർക്കങ്ങളും അഭിപ്രായ പ്രകടനം അടക്കം ഉയർന്നതിന് ശേഷമാണ് CA അരുൺകുമാർ എന്നുള്ള പേരിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. CA അരുൺകുമാർ AYFന്റെ നേതാവാണ്. തൃശൂരിൽ VS സുനിൽകുമാറിന്റെ പേര് മാത്രമാണ് സംസ്ഥാന നേതൃത്വം പരിഗണിച്ചത്. എന്നാൽ ജില്ലാ കൗൺസിൽ മറ്റൊരു പേര് കൂടി അതുമായി ബന്ധപ്പെട്ട് നൽകി. പക്ഷേ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ മണ്ഡലത്തെക്കുറിച്ച് പരിചയമുള്ള ജനകീയ മുഖമായിട്ടുള്ള VS സുനിൽകുമാറിനെ തന്നെ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് CPI എത്തുകയായിരുന്നു. വയനാട്ടിലുള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എത്തിയില്ലെങ്കിൽ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ CPI ആനി രാജ എന്നുള്ള ഒറ്റ പേരിലേക്ക് എത്തുന്നത് വനിതാ പ്രാതിനിധ്യം അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി എത്തിയാൽ പോലും ദേശീയ മുഖമെന്ന നിലയിൽ അവിടെ ഒരു കാര്യമായ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ എന്നുള്ളൊരു വിലയിരുത്തൽ CPI സംബന്ധിച്ചിട്ടുണ്ട്. സംസ്ഥാന കൗൺസിൽ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. അതിനുശേഷം വൈകിട്ട് 4 മണിയോടുകൂടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നടത്തും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പാർട്ടി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. നാളെ CPIMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. നേരത്തെ കേരള കോൺഗ്രസ് എം മത്സരിക്കുന്ന കോട്ടയം സീറ്റിൽ തോമസ് ചാഴിക്കാടനെ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ നാളെ കൂടി കഴിയുമ്പോൾ LDF അവരുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കും. പക്ഷേ അതേസമയം UDFന്റെ കാര്യത്തിൽ ആശങ്കകൾ പലത് തുടരുകയാണ്. അനുജ, ഷഫീദ്, ഈ പന്ന്യൻ രവീന്ദ്രൻ തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നറിയിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നതാണ്. പക്ഷേ പാർട്ടിയുടെ സമ്മർദ്ദമുണ്ട്, പാർട്ടി പന്ന്യന്റെ പേര് തന്നെയാണ് നിർദ്ദേശിക്കുന്നത് എന്നതും പിന്നീട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ തരത്തിലേക്ക് തന്നെ അവരൊറ്റ പേര് മാത്രമാണോ തിരുവനന്തപുരത്ത് പരിഗണനയിൽ വന്നത്? അതായത് നേരത്തെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ വിജയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അതൊരു വലിയ സാധ്യതയെ കാണുന്നു. മാത്രമല്ല തിരുവനന്തപുരം തിരിച്ചുപിടിക്കുക എന്നുള്ളത് CPI സംബന്ധിച്ചവരുടെ അഭിമാനകരമായ പോരാട്ടമാണ്. ഇക്കുറി ശശി തരൂരിനെ താഴെ ഇറക്കാൻ NDA മുന്നോട്ട് വെക്കുന്ന രാജീവ് ചന്ദ്രശേഖരനാണ്. അവിടെ ഉണ്ടാകുന്ന ചില ഇക്വേഷൻസ് CPIക്ക് ഗുണകരമാകുമെന്ന് CPI സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നു. ആ സാഹചര്യത്തിൽ ഒരു മുതിർന്ന നേതാവ്, ജനകീയ മുഖം, സൗഹൃദങ്ങളുടെ മുഖം ആയ പന്ന്യൻ രവീന്ദ്രനെ തന്നെ മണ്ഡലത്തിൽ പരീക്ഷിക്കാം എന്നുള്ളതായിരുന്നു പാർട്ടി മുന്നോട്ട് വെച്ച നയിച്ച കാര്യം. മാത്രവുമല്ല തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ അല്ലാതെ സാധ്യതയുള്ള മറ്റൊരു പേര് CPIക്ക് കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. പൊതുസുന്ദരൻ അടക്കമുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളും അതേപോലെ വിവരങ്ങളും ഒക്കെ നേരത്തെ വന്നെങ്കിലും അക്കാര്യത്തെക്കുറിച്ചൊന്നും CPI സംസ്ഥാന നേതൃത്വം ആലോചിച്ചതേയില്ല. ആദ്യഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പന്ന്യൻ എന്നുള്ള പേരിലേക്ക് എത്തുകയായിരുന്നു. പന്ന്യൻ രവീന്ദ്രനാണ് മത്സരിക്കാൻ ചില വിസമ്മതങ്ങൾ അറിയിച്ചത്. പക്ഷേ മുതിർന്ന നേതാക്കൾ പാർട്ടി മണ്ഡലത്തിൽ ഇപ്പോൾ നേരിടുന്ന സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതോടെ പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കാൻ തയ്യാറാവുകയായിരുന്നു. ഇത് തന്നെയാണ് ഈ വയനാട്ടിൽ ആനി രാജയെ സംബന്ധിച്ചും ഉണ്ടായ ചില ആശങ്കകൾ. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തി അത് പഠിച്ച സംസ്ഥാന എക്സിക്യൂട്ടീവിലും അതേപോലെ തന്നെ സംസ്ഥാന കൗൺസിലടക്കം ചർച്ച ചെയ്ത അക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് CPI കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ 4 മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കണം എന്നുള്ളൊരു പൊതു വിലയിരുത്തൽ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായി. പരീക്ഷണങ്ങൾ വേണ്ട എന്നുള്ള ഒരു തീരുമാനം കൂടി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അനുജ, അതുകൊണ്ട് തന്നെയാണ് CPI സംബന്ധിച്ച് കരുത്തരായ സ്ഥാനാർത്ഥികളെ 4 മണ്ഡലങ്ങളിലും രംഗത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 5 മണിക്ക് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും.